വെൽക്കം ബാക്ക് ടു ഫെത്വിൻ സിസ്റ്റേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കടലുണ്ടിയാണ്. നമ്മളുടെ ബോട്ടൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെഡിയാണ് ഗൈസ്. അവിടെ കയറി ചെന്നപ്പോൾ തന്നെ കുറേ ബോട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തൊട്ടിപ്പുറത്ത് ആഴ്ച തന്നെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇസ് ബേബിക്കൊക്കെ. പിന്നെ നമ്മളിതാ കടലുണ്ടി അവിടെയൊക്കെ കയറി. അവിടെ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചു നോക്കി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഞങ്ങളിതാ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാട്ടോ. വെള്ളത്തിൽ കൈയിടാൻ വേണ്ടി അവിടെ കിടന്ന് കളിച്ചത്. ഇതാ എല്ലാരും കയറിക്കൊണ്ടിരിക്കായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ കസിൻസ് ആട്ടോ. ഹിത എന്നാണ് അവരുടെ പേര് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളുടെ മമ്മിയും വിളിപ്പയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു അത്. ഞങ്ങൾ മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു. പിന്നെ ഞാനുണ്ടല്ലോ അങ്ങോട്ട് പോകണോ വേണ്ടയോ എല്ലാവരും കൂടി ഇരുന്ന് ഇനി പൊട്ടിപ്പോന്നൊക്കെ ഉള്ളൊരിതിൽ എന്തായാലും അവസാനം ഞാൻ അതിൻ്റെ തറ്റത്ത് വരെ കയറി നിന്ന് ഫോട്ടോ എടുത്തിട്ടോ. ഉപ്പനെ കൂടി ഞാൻ വിളിച്ചു വരുത്തി. കാരണം മുങ്ങിപ്പോവാണെ ഒരുമിച്ച് മുങ്ങിയ ഉപ്പൊക്കെ നീന്താൻ അറിയാലോ, എനിക്കതിട്ട് അറിയില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുത്തിട്ടോ. എൻ്റെ അടുത്ത് ഇരിക്കുന്നതാട്ടോ ഹിത. തവളയാണോ മീനാണോ? തവളയാണോ മീനാണോ? അവിടെ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ട്രെയിന് പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കയറാൻ നേരത്തെ വന്ദേ ഭാരത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു.
അതേപോലെ വെക്കടി. വീഡിയോയിൽ കാണുന്നതിനൊക്കെ നേരിട്ട് കാണുമ്പോൾ അതിന് ഭംഗി അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ഫുള്ള് കുറ്റിക്കാടുകളായിരുന്നു കേട്ടോ, ഇത് കണ്ടൽ കാടുകൾ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആ അങ്കിള് പറഞ്ഞു തന്നെയാണ് ഇതൊക്കെ. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. അങ്ങനല്ല. ബെസ്റ്റ് 8 തരം. നേരെ മുന്നിലെ കാണുന്നതാണ് ഉപ്പട്ടി എന്ന് പറഞ്ഞത്. 3500 ശ്വസന വേരുണ്ട്. കറുത്ത വേരുകൾ മുകളിലേക്ക് പൊന്തിക്കുന്നുണ്ട്. അത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് അതുകൊണ്ടാണ് അതിന് ശ്വസന വേരുകൾ എന്ന് അറിയപ്പെടുന്നത്. മുന്നിലെ അതാണ് ചുള്ളിക്കണ്ടൽ. മാസം വരുമ്പോൾ നീല പൂവിട്ട്. ഈ കാണുന്നതാണ് നീലക്കുറിഞ്ഞി. മാർച്ച് മാസത്തിലാണ് ഇത് പൂവിടുന്നത്. വർഷത്തിൽ ഒരിക്കലേ ഇത് പൂവിടും കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് വെറൈറ്റി ആയിരുന്നു. ഞങ്ങൾ പോയ സമയം പൂവില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ മണ്ണിൻ്റെ ഇതിനകത്ത് കുറേ ഞണ്ടുകളെ കാണാൻ കിട്ടി കേട്ടോ. ഇവിടെ ഫുള്ള് ചെളിയായിരുന്നു നിലത്ത് കേട്ടോ. ഒപ്പം ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കായിരുന്നു, വീണാൽ നിങ്ങളൊന്നും എടുക്കാൻ കിട്ടൂല എന്ന് പറഞ്ഞിട്ട്. ഞണ്ടുകളെ ഞങ്ങൾക്ക് അധികം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അത് സൂം ചെയ്യുമ്പോൾ കൂടി. പിന്നെ കണ്ടോ ആ ഒരു ഗ്രാസിൻ്റെ റിഫ്ലക്ഷൻ ഇതിനകത്ത് നല്ല ഇഷ്ടമായി. നക്ഷത്രമാരിലെ പൂവാണ്ടായ കൈമലി. ഇതാണ് നക്ഷത്ര കണ്ടൽ കേട്ടോ. ഇത് ഒരു ഫ്ലവറാണ്. ഇറ്റ് മീൻസ് ഇത് ലൈറ്റ് ഫ്ലൂറസെന്റ് ഗ്രീൻ കളറായിട്ട് നക്ഷത്രത്തിൻ്റെ ഷേപ്പിൽ വരുന്നൊരു ഫ്ലവറാണ്. നമ്മൾ സൂം ചെയ്തപ്പോൾ അത്ര ക്ലിയർ ആയില്ല, കാരണം ഇത് സെയിം ആ ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഫ്രണ്ടോട്ട് പോകുന്നിടത്തോളം എന്താ പറയുക, വെള്ളത്തിൻ്റെ ആഴം കൂടുകയും പിന്നെ നല്ല ഒഴുക്ക് കൂടുകയായിരുന്നു കേട്ടോ.
റൂട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു, കാണാൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി ഈ ഒരു ട്രിപ്പ് കേട്ടോ. എല്ലാവർക്കും ഒരു മസ്റ്റ് വിസിറ്റ് ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് അടിപൊളിയാച്ച പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യാണ്ട് പോകില്ല. പിന്നെ അവിടേക്കൊക്കെ ഇവിടെ മെയിനായിട്ട് ബേർഡ്സിനെ കാണാനായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷേ ഞങ്ങൾ പോയ ടൈം എന്ന് പറയുന്നത് ഒരു ഒക്ടോബർ ലാസ്റ്റിലേക്കായിരുന്നു. അതുകൊണ്ട് നമുക്കധികം ബേർഡ്സിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആ ടൈം അങ്ങോട്ട് പോയിരുന്നു. നിങ്ങൾ ഡിസംബറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ബേർഡ്സ് ആ ലൈനിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും മാത്രമൊന്നല്ല കാണാനുണ്ടായിരുന്നത്. ഈ അങ്കിള് പറഞ്ഞത് കുറേ ബേർഡ്സ് ഇതിനേക്കാൾ നല്ലത് വരുന്നതാണ്. പിന്നെ നമ്മുടെ ഓരോ കണ്ടൽക്കാടുകളും ഓരോ കളറാട്ടോ. അപ്പോൾ ചിലത് ലൈറ്റ് ആണ്, ചിലത് ഡാർക്ക്, പിന്നെ ഉള്ളതൊരു യെല്ലോ മിക്സ് ആയിട്ടുള്ള കളർ. അങ്ങനെയാണ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മഴ പെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ പൊടി എന്റെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ബൈ.